Hey guys, കേൾക്കുന്നില്ല. സോ ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ പറ്റി കുറേ വാദോരാതെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാദോരാതെ സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രധാന പ്രശ്നം ഞാനിപ്പോൾ ഒരു 29 ഇയേഴ്സ് ഓൾഡാണ്. ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നത്, എന്നെപ്പോലുള്ളവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ കയ്യിൽ കാശില്ല എന്നുള്ളത്. കാശില്ലാത്തതല്ല, ശരിക്കും നമുക്ക് ഈ കാശിനെ വന്നിട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും. നമുക്ക് കാശ് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയാൻ കാരണം, കാശില്ലാതെ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ജോലി ഇല്ലാതിരുന്ന എൻ്റെ 20-22 വയസ്സ് കാലഘട്ടങ്ങളിലൊക്കെ കാശില്ലെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ജീവിച്ചു. എനിക്ക് വേറെ പ്രാരാബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴും ചേർന്ന ചെലവുകളൊക്കെ വന്നിട്ട് ഇവിടെ കൂട്ടിയെങ്കിലൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ പോയി കാറ്ററിംഗ് പോലുള്ള പരിപാടിക്കൊക്കെ പോയിട്ട് ആ ഒരു പൈസ കൊണ്ട് ഞാൻ മീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് കാശ് 15,000 രൂപ ശമ്പളമായിരുന്നപ്പോഴും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 30,000 രൂപ, ഇപ്പോൾ ഒരു 30,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കാശ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം. സോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു സംഭവത്തിലൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്തത് 9 to 5 ജോലി നമ്മൾ ചെയ്യാതെ നമുക്ക് വേറെ നമ്മുടെ അസറ്റുകളിൽ നിന്നും ലൈക്ക് നമ്മുടെ പാസീവ് ഇൻകത്തിൽ നിന്നും നല്ലൊരു എമൗണ്ട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ പണ്ടത്തെ ആളുകൾക്ക് ഓരോരുത്തർ നല്ല രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എനിക്ക് എന്റെ കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് കൊടുത്തൊരു 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് റബ്ബർ കൃഷിയായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പ ജോലിക്ക് പോയില്ലെങ്കിലും അവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് ഒരുവിധം അടിപൊളിയായിട്ടൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 9 to 5 ജോലി ചെയ്യാതെ നമ്മുടെ അസറ്റുകളിൽ നിന്ന് നമുക്ക് കാശ് ജനറേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിന്റെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ സൂപ്പർ ആയിട്ടൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് പണ്ടത്തെ ആളുകളുടെ കയ്യിലൊക്കെ ജന്മിമാരുണ്ട്. ജന്മിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ സ്വത്തുള്ള ആളുകളാണ്. ഇതൊക്കെ വന്നിട്ട് വയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വയലിൽ വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് കുറച്ച് കർഷകരുണ്ടാവും. അപ്പൊ ഈ കർഷകർ ജോലി ചെയ്യും. ജോലി അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങ, ഈ കുരുമുളക്, വാഴക്കൊല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ വിറ്റിട്ട് ആ കാശ് കൊണ്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവർക്കൊന്ന് ജോലി സ്ഥലത്ത് പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഈ ജോലിയൊക്കെ നോക്കി നടത്താനായിട്ട് ഒരു ആളിനെ നിയമിച്ചിട്ട് ഉണ്ടായിരുന്നു. സോ ഇതാണ് ആ ഒരു കാലഘട്ടത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇന്ന് കാലം മാറി, സാഹചര്യങ്ങൾ മാറി, ആ സ്ഥലങ്ങളൊക്കെ വിറ്റ് മക്കൾക്ക് തന്നെ വീതിച്ചു കൊടുത്തു, അത് അവരുടെ കൈവശം വിട്ടുപോയി. അപ്പൊ ഇന്നത്തെ സ്റ്റേറ്റിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്കൽ അസറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസറ്റിൽ നിന്ന് നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു അസറ്റ് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാവാം, നല്ല കുറച്ച് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം, നല്ല കുറച്ച് പ്രോപ്പർട്ടി റെന്റൽ ഇൻകം ഉണ്ടാവാം. സോ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെപ്പോലെ പാവപ്പെട്ട ഡെയിലി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ മാസം മാസം ശമ്പളം കിട്ടുന്ന ആളുകൾക്ക് എങ്ങനെ കാശിനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ കാശിൽ നിന്ന് എങ്ങനെ കുറച്ച് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടാമത്തെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ആണ്. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള സംഭവമൊന്നുമില്ല. നമ്മുടെ റിയൽ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു ലോൺ ഉണ്ട്. ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണിന്റെ EMI അല്ലെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് വരുന്നത് ഒരു 10% ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു 15% ഇൻട്രസ്റ്റ് വരുന്നൊരു ലോൺ എടുത്ത് ഈ ഒരു ലോണിനെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 5% ലോസ് ആണ് ഉണ്ടാകുന്നത് ഒരു ഇയർലി ബേസ്. ഇതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ കുറച്ച് ഗോൾഡ് വന്നിട്ട് പണയത്തിലിരിക്കുകയാണ്. പുള്ളിക്ക് പണയത്തിൽ നിന്ന് ലോൺ ഗോൾഡ് എടുക്കണം. ആ ഒരു സാഹചര്യത്തിൽ അവന് ഗോൾഡ് വന്നിട്ട് ലോണിൽ നിന്ന് എടുക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല. പക്ഷേ പുള്ളി എനിക്കൊരു ക്രെഡ് എന്നുള്ള ഒരു ആപ്പ് വഴി എന്റെ അക്കൗണ്ട് വഴി പുള്ളി ലോൺ എടുത്തു. ലോൺ എടുത്തിട്ട് ആ ലോൺ കൊണ്ടുവന്ന് അടച്ച് ഈ ഒരു ഗോൾഡിനെ പുള്ളി വെളിയിലെടുത്തു. ഈ ക്രെഡ് ആപ്പ് വഴി എടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 21% ആണ്. അതായത് ഈ ഒരു ഗോൾഡ് ലോൺ റേറ്റ് വരുന്നത് ഏതാണ്ട് 6 to 8% ആണ്. പുള്ളിക്കാരൻ അതിനെ അടച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 21% ലോൺ എടുത്ത് ഈ ഒരു ഗോൾഡിനെ വെളിയിലെടുത്തത്. ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസിന്റെ കുറവ് കാരണമാണ്. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫിനാൻസിനെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂന്നാമത്തെ ഒരു ടൈം വരുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ആ ഒരു സ്ഥലത്ത്, ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ നേരിടേണ്ടുന്ന, നമ്മൾ ഫേസ് ചെയ്യേണ്ടുന്ന, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഒരു സ്കില്ല് അല്ലെങ്കിൽ രണ്ട് ടൈംസിൽ ഒന്നാണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ്, രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ.
ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാർഡ് ചെയ്ത് എവിടേക്കോ പോയിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് കാശ് ഓരോ മാസവും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിവസവും അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഈ ഒരു കാശ് അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്നുണ്ട്. ഡെയിലി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കയ്യിൽ കാശ് കിട്ടും. മന്ത്ലി ആണെങ്കിൽ മന്ത്ലി നമ്മുടെ അക്കൗണ്ടിൽ കാശ് ക്രെഡിറ്റ് ആവും. നമുക്ക് കാശ് തികയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഒന്നാമത് EMI കാണും, പിന്നെ വേറെ ഏതെങ്കിലും ലോണ് കാണും, സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാവും, വണ്ടിക്ക് പെട്രോൾ അടിക്കേണ്ടി ഉണ്ടാവും, വണ്ടിക്ക് പെട്രോൾ മെയിൻ്റനൻസ് ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടി കഴിഞ്ഞ് നോക്കി അല്ലെങ്കിൽ ഈ മാസത്തെ ചെലവിന് വേണ്ടി നമ്മൾ അടുത്ത അക്കൗണ്ടിൽ നിന്ന് കടം മേടിച്ച കാശുണ്ടാകും. ഈ ഒരു എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് നമുക്ക് ഈ മാസം മാനേജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന് മുകളിലായിരിക്കും നമ്മുടെ ചെലവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാഹചര്യത്തിൽ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മാസം ചെറിയൊരു എമൗണ്ട്, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എമൗണ്ട്, നമുക്ക് ഒരു 15,000 ശമ്പളം കിട്ടുന്നെങ്കിൽ ഒരു 100 രൂപ മുതൽ 200, 500 നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാശ് എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു സ്നോബോൾ എഫക്ട് പോലെ വലുതായിട്ട് വരും. സോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് നമുക്ക് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും, ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മീൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ അനുസരിച്ച് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതിനെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊരു ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് മാത്രം നമ്മൾ ഈ ഒരു കാശിനെ ഡൈവേർട്ട് ചെയ്ത് വരുന്നത്. ഓരോ മാസവും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ഇപ്പം നമ്മൾ എല്ലാ മാസവും സിനിമയ്ക്ക് പോകണമെന്ന് വെച്ചോ, സിനിമ കട്ട് ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അനാവശ്യമായ ചെലവുകളെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമുക്ക് ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഫിനാൻസിന്, അത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്ത് മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് കുറച്ച് കാശ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നു. അതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നിങ്ങളുടെ പറയാൻ ആഗ്രഹിച്ച 3 കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതൊരു സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് മീൻസ് ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ IQ ഉണ്ടാവണം, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാകണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകണം. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് കാശ് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം, അതിനെക്കുറിച്ചുള്ള നല്ല രീതിയിലുള്ള അറിവ് ഉണ്ടാകണം. ഇത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ പ്രാക്ടീസ്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. അതായത് നമുക്കൊരു മാസം കാശ് ഇത്രയും നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ, ഇത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യണം. അതിനെ കുറച്ച് ആ ഒരു റൂട്ടിലോട്ട് തന്നെ നമ്മൾ പോകണം. അതിനെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 കാര്യത്തെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കി ഈ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ വയ്ക്കുന്ന ഗോളുകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു സ്റ്റേറ്റ് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ 5 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞൊന്നും പറ്റത്തില്ല. ടൈം എടുക്കും. ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതനുസരിച്ച് കുറേച്ച പ്രോഗ്രസ് ആവും. കാലക്രമേണ ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും. സോ അതാണ് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടൈം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, അച്ചടക്കം ഉണ്ടെങ്കിൽ, നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ വയ്ക്കുന്ന പ്ലാന് കറക്റ്റായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ മാത്രമേ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് തോന്നിയ കുറച്ച് ആശയങ്ങൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തേ ഉള്ളൂ. നല്ലതാണെങ്കിൽ സ്വീകരിക്കുക, മോശമാണെങ്കിൽ ഇതിലേക്ക് കളയുക. ബൈ.